ഇഹ്യാഉ ഉലൂമുദ്ദീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹുഖൂഖുൽ അഖാരിബിർ റഹ്മി, ബന്ധുക്കളെ കുറിച്ചാണ് ഇവിടെ ചർച്ച വരുന്നത്. റഹിം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല അനർ റഹ്മാൻ വഹാദിഹിർ റഹിം ശഖഖതു ലഹാ ഇസ്മൻ മിൻ ഇസ്മി ഫമൻ വസലഹാ വസൽതുഹു വമൻ ഖതഅ ബത്തത്തുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ റഹ്മാനാണ്, വഹാദിഹിർ റഹിമു, ഇത് ഞാൻ പറയാൻ പോകുന്ന വിഷയം കുടുംബബന്ധത്തെ കുറിച്ചാണ്. ശഖഖതു ലഹാ ഇസ്മൻ മിൻ ഇസ്മി, എന്റെ പേരുകളിൽ ഒന്ന് ഞാൻ അതിന് പകുത്തു നൽകിയിരിക്കുന്നു. പറഞ്ഞാൽ അത്രയേറെ പ്രാധാന്യമുണ്ട് കുടുംബബന്ധത്തിൽ. ഫമൻ വസലഹ വസൽതുഹു, ആ ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർത്തിരിക്കുന്നു. ഫമൻ ഖതഅഹ ബത്തത്തുഹു, അത് മുറിച്ചവരോട് ഞാൻ മുറിച്ചിരിക്കുന്നു. കുടുംബബന്ധം ഒരിക്കലും മുറിക്കാൻ നിൽക്കരുത്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സർറഹു അൻ യുൻസഅലഹു ഫീ അഥരിഹി വയുവസ്സഅ അലൈഹി ഫീ റിസ്ഖിഹി ഫൽയസുൽ റഹ്മഹു. ഒരാൾക്ക് ആയുസ്സിൽ വിശാലത ഉണ്ടാകാൻ, റിസ്ഖിൽ വിശാലത ഉണ്ടാകാൻ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ കുടുംബബന്ധം ചേർക്കട്ടെ. മൻ സർറഹു, ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അൻ യുൻസഅലഹു ഫീ അഥരിഹി, അവരുടെ പിന്നിൽ വിശാലത നൽകപ്പെടുന്നത് അഥവാ തലമുറകൾ നിലനിൽക്കുന്നത്. വയുവസ്സഅ അലൈഹി ഫീ റിസ്ഖിഹി, റിസ്ഖിൽ വിശാലത ഉണ്ടാകുന്നത്, സാമ്പത്തിക അഭിവൃദ്ധി. ഫൽയസുൽ റഹ്മഹു, അവർ കുടുംബബന്ധം ചേർക്കട്ടെ. വഫി റിവായത്തിൻ ഉഖ്റ, മറ്റൊരു റിവായത്തിൽ കാണാം, മൻ സർറഹു അൻ യുമദ്ദ ലഹു ഫീ ഉമരിഹി വയസ്സഅ ലഹു ഫീ റിസ്ഖിഹി ഫൽയത്തഖില്ലാഹ വൽയസുൽ റഹ്മഹു. ഒരാൾക്ക് ആയുസ്സിൽ വിശാലത, റിസ്ഖിൽ വിശാലത ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന് തഖ്വ ചെയ്യട്ടെ, കുടുംബബന്ധം ചേർക്കട്ടെ. മൻ സർറഹു, ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അൻ യുമദ്ദ ലഹു ഫീ ഉമരിഹി, ആയുസ് നീട്ടിക്കിട്ടുന്നത്, വയസ്സഅ ലഹു ഫീ റിസ്ഖിഹി, റിസ്ഖിൽ വിശാലത ഉണ്ടാകുന്നത്, അതായത് ഭക്ഷണം വിശാലത എന്ന് പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നടത്തും. ഫൽയത്തഖില്ലാഹ, അള്ളാഹുവിന് തഖ്വ ചെയ്യട്ടെ. ഫൽയസുൽ റഹ്മഹു, കുടുംബബന്ധം ചേർക്കട്ടെ. വഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഫ്ളലു, ജനങ്ങളിൽ ആരാണ് ഏറ്റവും മഹത്വമുള്ളവർ? ഖാല അത്ഖാഹും ലില്ലാഹി വഔസലുഹും ലിറഹ്മിഹി, അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നവരാണ്, വഔസലുഹും ലിറഹ്മിഹി, കുടുംബബന്ധം ചേർക്കുന്നവരാണ്, വആമുറുഹും ബിൽ മഅറൂഫി വഅൻഹാഹും അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. വഖാല അബൂദർ റളിയല്ലാഹു അൻഹു ഔസാനി ഖലീലി അലൈഹിസ്സലാം, അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങൾ എന്നോട് ഉപദേശിച്ചു, ബിസ്വിലത്തിർ റഹ്മി വഇൻ അദ്ബറത്, കുടുംബബന്ധം ചേർക്കണം, അവരതിനൊന്നും വിസമ്മതിച്ചാലും നമ്മൾ അങ്ങോട്ട് ബന്ധം ചേർക്കണം, അവർ ബന്ധം മുറിച്ചാലും. അമറനി അൻ അഖൂലൽ ഹഖ്ഖ വഇൻ കാന മുർറ, എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം പറയാൻ നബിതങ്ങൾ എന്നോട് നിർദ്ദേശിച്ചു. അതായത് എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റഹിമ മുഅല്ലഖത്തുൻ ബിൽ അർശ്, ഈ കുടുംബബന്ധം എന്ന് പറയുന്നത് അർഷിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറെ പവിത്രത ഉള്ളതും ഏറെ മഹത്വമുള്ളതും ഏറെ അത്ഭുതങ്ങളുള്ളതുമായ സൃഷ്ടിയാണ് അർഷ്. ആ അർഷിനോട് ബന്ധിപ്പിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. വലൈസൽ വാസുലു ബിൽ മുക്കാഫി, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരല്ല, ബിൽ മുക്കാഫി, ഇങ്ങോട്ട് ബന്ധം ചേർത്താൽ അങ്ങോട്ടും ബന്ധം ചേർക്കുക, അതിന് മുക്കാഫി എന്നാണ് പറയാ. അതേ സമയത്ത് ഇത് തൂക്കൊപ്പിക്കുക, അതായത് ബന്ധം ചേർക്കുക എന്നതിന് പറയൂല. ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കാതെ, ഇങ്ങോട്ട് എങ്ങനെയെന്ന് നോക്കാതെ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നതിനാണ് അൽ വാസുൽ, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറയാം. ലക്കിന്നൽ വാസുൽ അല്ലദീ ഇദാ ഖതഅത് റഹിമുഹു വസലഹ, ചേർക്കുന്നവൻ എന്ന് പറയുന്ന ബന്ധം മുറിഞ്ഞു പോയാലും അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ് ചേർക്കുന്നവൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കും. വഖാല അലൈഹിസ്സലാം, നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ആയജല ത്വാഅത്തി സവാബൻ, ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കൽ. ഹത്താ ഇന്ന അഹ്ലൽ ബൈത്ത് ലയകൂനൂന ഫുജ്ജാറ, എത്രത്തോളം ഒരു കുടുംബം അവർ വളരെ മോശക്കാരാണെങ്കിൽ പോലും, ഫതൻമു അംവാലുഹും, അവർ കുടുംബബന്ധം ചേർക്കുന്നവരാണെങ്കിൽ അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. വയക്തുറു അദദുഹും, അവരുടെ എണ്ണം വർദ്ധിക്കും. ഇദാ വസലു അർഹാമഹും, അവർ കുടുംബബന്ധം ചേർക്കുമ്പോൾ. കുടുംബബന്ധം ചേർക്കുന്നതിന് എല്ലാ അഭിവൃദ്ധിക്കും ഇത് കാരണമാണ്. ഖാല സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ലമ്മാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മക്കത്ത അറള ലഹു റജുലുൻ, നബി തങ്ങൾ മക്കത്തേക്ക് വന്നപ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇൻ കുന്ത തുരീദു നിസാ അൽ ബീള വന്നൂഖൽ ഉദുമ ഫഅലൈക ബിബനി മുദ്ലിജ്. നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അങ്ങ് നല്ല സ്ത്രീകളും ഒട്ടകവും വാഹനവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നു, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ബനു മുദ്ലിജിനെ വിവാഹം ചെയ്തോളൂ, അല്ലെങ്കിൽ അവരെ പിടികൂടിക്കോളൂ. ഫഖാല അലൈഹിസ്സലാം, നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് മനഅനി മിൻ ബനി മുദ്ലിജ്, ബനി മുദ്ലിജുമായി അങ്ങനൊരു ഇത് പാടില്ല, എനിക്ക് പറ്റൂല. മനഅനി മിൻ ബനി മുദ്ലിജിൻ ബിസ്വലത്തിഹി റഹ്മ, അവരോട് കുടുംബബന്ധം ചേർക്കുന്ന കാരണം കൊണ്ട് കുടുംബബന്ധം ചേർക്കണം എന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് അങ്ങനെ അതായത് യുദ്ധ നടപടി അനുസരിച്ച് അവിടെ കടന്നു വരുമ്പോ പിടികൂടാൻ പറ്റുന്നവരും പിടികൂടേണ്ടവരുമാണ് അവർ എന്ന് വന്നിട്ട് പോലും നബി തങ്ങൾ പറഞ്ഞു, വേണ്ട. വഖാലത്ത് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖദിമത്ത് അലയ്യ ഉമ്മി, സുദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ്. ഖദിമത്ത് അലയ്യ ഉമ്മി, എന്റെ അടുക്കൽ ഉമ്മ വന്നു, അഥവാ വലിയുമ്മയാണ് ഇവിടെ ഉദ്ദേശം. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഖദിമത്ത് അലയ്യ വഹിയ മുശ്രിക്കത്തുൻ അഫഅസ്ലിഹ, തങ്ങളെ ഉമ്മ വന്നിട്ടുണ്ട്, ഉമ്മ മുശ്രിക്കത്താണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഞാൻ ബന്ധം ചേർക്കണോ? ഖാല നഅം, ബന്ധം ചേർക്കണം. ഫി റിവായത്തിൻ അഫഉതിഹ, ഞാൻ വല്ലതും കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം സുലീഹ, ബന്ധം ചേർക്കൂ എന്നായിരുന്നു നബി തങ്ങളുടെ നിർദ്ദേശം. വഖാല അലൈഹിസ്സലാം, നബി തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു അലൽ മസാകിനി സ്വദഖത്തുൻ, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുന്നത് ഒരു സ്വതക്കയാണ്, പുണ്യം തന്നെ, ഒരു സ്വതക്കയാണ്. വഅലദിർറഹിമി, കുടുംബബന്ധമുള്ള പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ സിൻതാനി ഇസ്നത്താനി, അത് 2 പ്രതിഫലമാണ്. വലമ്മാ അറാദ അബൂ ത്വൽഹ യതസദ്ദഖ ബിഹായിത്തിൻ കാന ലഹു, ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ ഒരു തോട്ടം സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. യുഅ്ജിബുഹു, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തോട്ടാണ്. അമലം ബിഖൗലിഹി തആല ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, സൂറത്തു ആൽ ഇമ്രാനിലെ 92-ാമത്തെ ആയത്ത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുമ്പോഴാണ് ശരിക്കും നിങ്ങൾ നന്മയുള്ളവരായി തീരുന്നത് എന്ന ആ ഒരു നിർദ്ദേശം വന്നപ്പോ അതിനെ അനുസരിച്ചുകൊണ്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ വിലപിടിപ്പുള്ള തോട്ടം സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. ഖാല യാ റസൂലല്ലാഹ്, തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഹുവ ഫീ സബീലില്ലാഹ്, ഞാനിത് അള്ളാഹുവിന്റെ വഴിയിൽ സ്വതക്ക ചെയ്യാൻ, വഖഫ് ചെയ്യാൻ. വലിൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവർക്ക്. ഫഖാല അലൈഹിസ്സലാം, നബി തങ്ങൾ പറഞ്ഞു, വജബ അജ്റുക അലല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ഉണ്ടാകും. ഖസ്സിംഹു ഫി അഖാരിബിക, അടുത്ത ബന്ധുക്കൾക്ക് വിതരണം ചെയ്യൂ. ഖാല അലൈഹിസ്സലാം, എന്നിട്ട് പറഞ്ഞു, അഫ്ളലുസ് സ്വദഖത്തി അലാ ദിർറഹ്മിൽ കാശിഫ്, നബി തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ആശയമാണ്. ഏറ്റവും മഹത്വമുള്ള സ്വതക്ക എന്താണ്? പ്രയാസപ്പെടുത്തുന്ന, ശത്രുത ഉള്ളിൽ വെച്ച് പ്രയാസപ്പെടുത്തുന്ന ബന്ധുക്കൾ ഉണ്ടാകും, അവർക്ക് സ്വതക്ക ചെയ്യുന്നത് ഏറ്റവും മഹത്വമുള്ള സ്വതക്കയാണ്. വഹുവ ഫീ മാനാ ഖൗലിഹി, അത് ഈ ഇതിന്റെ ആശയത്തിൽപ്പെട്ടതാണ്. അഫ്ളലുൽ ഫളാഇലി അൻ തുസ്ല മൻ ഖതഅക വതുതിയ മൻ ഹറമക വതസ്ഫഹ അമ്മൻ വലമക, ഏറ്റവും വലിയ മഹത്വമാണ് അൻ തുസ്ല മൻ ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. തുഅ്തിയമൻ ഹറമക്, ബന്ധം ഇങ്ങോട്ട് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്ക് അങ്ങോട്ട് നൽകുക. വതസ്ഫഹ അമ്മൻ വലമക്, ഇങ്ങോട്ട് ആക്രമിക്കുന്നവൻ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. വറുവിയ അന്ന ഉമർ റളിയല്ലാഹു അൻഹു കതബ ഇലാ ഉമ്മാലിഹി, ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. മുറുൽ അഖാരിബ്, ബന്ധുക്കളോട് നിങ്ങൾ പറയണം, യതസാവറു, പരസ്പരം എപ്പോഴും സന്ദർശിക്കണം, ഇടയ്ക്കിടെ സന്ദർശിക്കണം. വലാ യതജാവറു, ഒന്നിച്ച് താമസിക്കണ്ട, കുറച്ച് അകന്നകന്ന് താമസിച്ചിട്ട് ഇടക്കിടക്ക് സന്ദർശിക്കുക. ഫഇന്നമാ ഖാല ദാലിക, അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് യന്ന തജാവുറ യൂരിതു തസാഹുമ അലൽ ഹുഖൂഖ്, അടുത്തടുത്ത് ജീവിക്കുമ്പോൾ ഒരു സ്നേഹം ഫീൽ ചെയ്യൂല, കലഹവും ചെറിയ ചെറിയ തർക്കവും ഒക്കെ ഉണ്ടാകും. എന്നാൽ വറുബ്ബമാ യൂരിത്തുൽ വഹ്ശത, ചിലപ്പോഴേ അതൊക്കെ ഒരു അകൽച്ചയുണ്ടാകും. ഖത്വിയത്തുർ റഹ്ം, ബന്ധം മുറിക്കാൻ അത് പ്രേരകമാകും. അതുകൊണ്ട് അതിൽ നിന്ന് മുക്തമാകും എന്ത് ചെയ്താൽ, കുറച്ച് അകന്ന് ജീവിച്ചോ, എന്നിട്ട് പരസ്പരം ആവശ്യമാകുമ്പോൾ ഇടക്കിടക്കൊന്ന് സന്ദർശിച്ചാൽ സ്നേഹം വർദ്ധിക്കും. പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം നൽകിയത് കാണാം. ചുരുക്കത്തിൽ കുടുംബബന്ധം കൂടി ഉള്ള ആൾക്കാരോട് കൂടുതൽ ബന്ധം ചേർക്കുകയും
അതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് ഒരുപാട് നേട്ടങ്ങൾക്കിടയാക്കും. ബലമുണ്ടാകാൻ, കൂടുതൽ ശക്തരാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, ആരോഗ്യമുണ്ടാകാൻ, മാനസികമായി സന്തോഷമുണ്ടാകാൻ, ഇങ്ങനെ എല്ലാറ്റിനും ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമുള്ളതാണ് എന്നർത്ഥം. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.